ഇപ്പം തോന്നിയൊരു ബുദ്ധിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എയുടെ കാലമാണല്ലോ, അപ്പോൾ അത് നമുക്കറിയില്ല. ഞാനപ്പോൾ ജസ്റ്റ് പറ്റിക്കുന്നുണ്ടാ, വേറെ രീതിയിൽ എടുക്കരുത്. എനിക്കിപ്പോൾ തോന്നിയാണ്, ഞാൻ പെട്ടെന്ന് എൻ്റെ ചേട്ടൻ്റെ പ്രൊഫൈൽ കണ്ടപ്പോൾ പുള്ളി ഞാൻ ഈ മുടിയൊക്കെ വളർത്തി നടക്കുന്നതിന് ആദ്യം കുറ്റം പറഞ്ഞുകൊണ്ടാണ് ചേട്ടൻ. അപ്പോൾ പുള്ളി പറഞ്ഞാൽ എടാ പറ്റിക്കാടാ മര്യാദ കിടക്കുന്നൊക്കെ പറയാം. അപ്പോൾ ഞാൻ മൈൻഡ് ഒന്നും ചെയ്യാമല്ലോ, നമ്മൾ നമ്മുടേതായ ലോകത്ത് ജീവിക്കണമല്ലോ. അപ്പോൾ പുള്ളി വേറൊരു മൂഡാണ്. അപ്പോൾ പുള്ളി മനോജ് കെ ജയൻ്റെ മൂഡാണ്. അപ്പോൾ അങ്ങനത്തെ പിക്കൊക്കെ വരുള്ളൂ. അപ്പോൾ പാട്ടുകാരനൊക്കെയാണ് പലരും നോക്കിയാൽ മതി, ആ പ്രൊഫൈൽ പോലെ തന്നെയാണ്. അപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ ഇപ്പോൾ യാദൃശ്യമായിട്ട് വീണ്ടും എൻ്റെ മുമ്പിൽ ഒന്ന് ചാടിയപ്പോൾ ഇത് എയിൽ പുള്ളി ക്രിയേറ്റ് ചെയ്തേക്കണതാണ് പുള്ളിയുടെ മുടി. ഞാനിത് അമ്മേനെ കാണിക്കാൻ പോണേ, പുള്ളി മുടി വളർത്തിയെന്നും പറയാം. എന്താണ് റിയാക്ഷൻ എന്ന് നോക്കട്ടെ. ഇപ്പോൾ പെട്ടെന്ന് തോന്നിയ ഒരു ബുദ്ധിയാണ്. അപ്പോൾ ഞാൻ അന്ന് ഷൂട്ട് ചെയ്യാൻ നമ്മൾ വീക്കെൻഡിൽ ഒരു സാധനം കാണിച്ചിട്ടാണ് പറഞ്ഞാൽ ഇരുത്തേക്കണേ കേട്ടോ. കാരണം രണ്ട് കുറ്റമൊക്കെ പറഞ്ഞിട്ട് തുടങ്ങാം, എന്നാലേ വൈകുന്നേരം കിട്ടുള്ളൂ. നോക്കട്ടെ, നിങ്ങൾക്കുള്ളതാണ് മനുഷ്യ, കണ്ടോ കേട്ടോ, സ്വന്തം തള്ള പറയണത്. അപ്പോൾ ഇതാണ്ട് കാണിക്കാൻ പോണ. ഒരു മിനിറ്റ് അമ്മേ, ഞാൻ മുടി വളർത്തി കിടക്കുമ്പോൾ വൈച്ചേട്ടൻ എന്തൊക്കെയാ പറയണേ? മുടി വെട്ടെന്ന് പറയില്ലേ? അങ്ങേരുടെ ഫോട്ടോ ഇപ്പൊ കണ്ട അമ്മ? ആ കണ്ണു, സ്വന്തം മോനെ കാണും. എങ്ങനെയുണ്ട്? അല്ല എങ്ങനെയുണ്ട്? കൊള്ളാം. അപ്പൊ ഞാൻ വളർത്തുമ്പോ തെറ്റും, പുള്ളി വളർത്തുമ്പോ കൊള്ളാം. ആഹാ, പെയിന്റ് ചെയ്തല്ല കളർ അടിച്ചേക്കണേ മുടി വളർത്തിയിട്ട്. ഓരോരോ ഭ്രാന്ത്. ഇഷ്ടപ്പെട്ടാ? ആഹാ, പുള്ളി ഇഷ്ടപ്പെട്ട്? അതെനിക്കറിയാം. അല്ല ഇത് ഇഷ്ടപ്പെട്ട നമുക്ക്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടതല്ലേ പറഞ്ഞേ? ആ, നേരത്തെ ചെയ്യാറുന്നില്ലെങ്കിൽ പുള്ളിക്ക് നേരത്തെ ചെയ്യാറുന്നില്ലേ? ആണ്ട് ഇത്ര നാളും നല്ല കാലത്ത് മുഴുവൻ മര്യാദ കാണുന്നിട്ട് ഇപ്പൊ അവസാന സമയത്താണ് കേട്ടല്ല, അവസാന സമയത്ത്. ആ, നോട്ട് ദ പോയിന്റ്. ഓരോരോ വിഷമങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. കല്യാണത്തിന് മുന്നേ തോന്നില്ല അല്ലേ? അതെ, നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വേണം മനുഷ്യ. അതെ, ഇത് ഇപ്പോഴത്തെ കാലത്ത് ഒരു പരിപാടിയാണ്. അത് പുള്ളി വളർത്തിയതൊന്നുമല്ല. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നൊരു അടിച്ചു കൊടുത്തേക്കാം. ആ, മുടി വളർത്തിയ ബൈച്ചേട്ടൻ്റെ ഫോട്ടോ വെച്ചിട്ട് മുടി വളർത്തി ഇത് വേണമെന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. പക്ഷെ അമ്മ വെട്ട് വീഡിയോ എടുത്ത് പുള്ളിക്കാരനെ കാണിക്കാം. എന്നാലും വളർത്തിയാൽ കുഴപ്പമില്ലെന്നാണ് പറയണത്. വേണമെങ്കിൽ വളർത്തിക്കോ അല്ലേ? അതെ. വീഡിയോയിൽ വെറുതെ തമാശന് പറഞ്ഞാണ് കേട്ടോ. അങ്ങനെ മുടി വളർത്തിയതിന് അങ്ങനെ പണ്ട് വല്ലതൊക്കെ പറഞ്ഞിട്ടുണ്ടാകും ചിലപ്പോൾ. അല്ലാണ്ട് എനിക്ക് വേണം അങ്ങനെ വിഷയമൊന്നുമില്ല. പുറത്ത് ഇത് വെച്ച് കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ 100% പോലും ഞാൻ വീട്ടിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ അനുഭവിക്കാറില്ല. പിന്നെ ഇപ്പം എനിക്ക് വേണം 2005 മുട്ട അടിച്ചിട്ട് ഇപ്പോൾ വളർത്തിയിട്ട് ഇപ്പോൾ 21 അല്ലെങ്കിൽ 20 ആയിട്ടുണ്ട്. അന്ന് മുട്ട അടിക്കുമ്പോൾ എനിക്ക് വേണം ഇത്ര മുടിയുണ്ട്. പണ്ടെന്തോ ഹെയറിനോടൊരു പ്രാന്താണ്, അറിയില്ല എന്താണെന്ന്. മൊത്തത്തിൽ പ്രാന്താണ്, ഇതിനോട് ഇത്തിരി കൂടുതലുണ്ടതാണ്. അപ്പോൾ അങ്ങനെ വിഷയമൊന്നുമില്ല കേട്ടോ. പിന്നെ ഒരു പഞ്ചിനിട്ടാണ്, കാരണം എന്തെങ്കിലും അമ്മയുടെ വൈന്ന് വീണ ചേട്ടൻ്റെ ഒരു പണി കൊടുക്കാൻ നിർത്തും. എന്തായാലും ചേട്ടൻ ഇപ്പോഴും സമയം വൈകിട്ടില്ല. വേണമെങ്കിൽ വളർത്തി നടത്താൻ ലീവിൽ വരുമ്പോൾ പോരി. പുള്ളിക്കാരുടെ റിയാക്ഷൻ കണ്ടല്ലോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. പിന്നെ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് വേണ്ടി ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.